ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് എക്സാമിൻ്റെ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കുവാനും മനുഷ്യനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ്? ജനസംഖ്യാ വർധനവ് എഴുതാം. അതുപോലെ തന്നെ എന്താണ് മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധന, അതുപോലെ തന്നെ സങ്കീർണമായ സാമൂഹിക സംഘടനം, അതുപോലെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ്. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം. എന്തൊക്കെയാണ്? ജനസംഖ്യാ വർധനവ്, മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധന, സങ്കീർണമായ സാമൂഹിക സംഘടനം, ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ്, സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം. മറ്റൊരു ചോദ്യം നോക്കാം. പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങളിൽ നിന്നും ആ കാലഘട്ടത്തെക്കുറിച്ച് എന്തെല്ലാമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ലളിതമായ ഒഴുക്കൻ വരകൾ കോറിട്ട ചിത്രങ്ങൾ, ശില്പങ്ങൾ തുടങ്ങിയവ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നു. അതുപോലെ മൃഗങ്ങളുടെ ചിത്രീകരണങ്ങളിൽ നിന്നും മൃഗത്തിൻ്റെയും സ്ത്രീകളുടെയും കോറിയിട്ട രൂപം എന്നിവ അനുഷ്ഠാനവുമായ വിശ്വാസവുമായ ബന്ധമുള്ളതായി അഭിപ്രായപ്പെടുന്നു. അതുപോലെ ഗുഹയിലെ കൊത്തുപണികൾ അക്കാലത്തെ മനുഷ്യരുടെ കലാവൈദഗ്ധ്യത്തിന് തെളിവാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രാചീന ശിലായുഗത്തെ ഉപകരണങ്ങൾ, കല്ലുകൾ എന്നിവയിൽ നിന്നും മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പരിക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എന്തെഴുതാം? ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും അവർ വസിച്ചിരുന്നു. അതുപോലെ തന്നെ വേട്ടയാടൽ, ശേഖരണം എന്നിവ എന്തായിരുന്നു? അവരുടെ ഉപജീവന മാർഗമായിരുന്നല്ലേ. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം ബാൻഡുകളായിരുന്നു. പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു. ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല. നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത്. ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് പ്രാചീന ശിലായുഗത്തെ ഉപകരണങ്ങൾ, കല്ലുകൾ എന്നിവയിൽ നിന്നും അവരുടെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ജൈനമത ആശയങ്ങൾ എന്തെല്ലാമാണ്? ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? ജീവനുണ്ട്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ്. ത്രിരത്നങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. എന്താണ് ത്രിരത്നങ്ങൾ? മോക്ഷപ്രാപ്തിക്കായി മഹാവീരൻ മുന്നോട്ട് വെച്ച 3 തത്വങ്ങളാണ് ത്രിരത്നങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണത്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജൈനമത പ്രകാരം സന്യാസിമാരും സന്യാസിനികളും അനുഷ്ഠിക്കേണ്ട 5 വ്രതങ്ങൾ എന്തെല്ലാമാണ്? ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സ്വത്ത് കൈവശം വയ്ക്കാതിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. പിൽക്കാലത്ത് ജൈനമതത്തിൽ രൂപപ്പെട്ട 2 വിഭാഗങ്ങൾ ഏതെല്ലാമെന്നാണ് ചോദിച്ചത്. ഏതെല്ലാമാണ്? ശ്വേതാംബരന്മാരും ദിഗംബരന്മാരും അല്ലേ. ശ്വേതാംബരാസ് ആൻഡ് ദിഗംബരാസ്. ശ്വേതാംബരന്മാരും ദിഗംബരന്മാരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തൻ്റെ പ്രജകൾക്കിടയിലെ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയങ്ങൾ എന്തു പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തു പേരിലാണ്? അശോകധർമ്മ എന്നാണ് അല്ലേ. അശോകധർമ്മത്തിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? മറ്റു മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക, അതുപോലെ മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക, അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക. മറ്റൊരു ചോദ്യം നോക്കാം. ബുദ്ധൻ്റെ തത്വങ്ങൾ എന്തെല്ലാമെന്നാണ് ചോദിച്ചത്. എന്തെല്ലാമാണ്? ജീവിതം ദുഃഖമയമാണ്. ആശയമാണ് എന്തിന് കാരണം? ദുഃഖത്തിന് കാരണം. ആശയാണ് ദുഃഖത്തിന് കാരണം. ജീവിതം ദുഃഖമയമാണ്. ആശയാണ് ദുഃഖത്തിന് കാരണം. ആശയെ നശിപ്പിച്ചാൽ എന്തില്ലാതാകും? ദുഃഖമില്ലാതാകും. ഇതിന് അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കണമെന്ന് പറയുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് സ്തൂപങ്ങൾ? എന്താണ് കൂട്ടുകാരി സ്തൂപങ്ങൾ എന്ന് പറഞ്ഞാൽ? ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് സ്തൂപങ്ങൾ. അർദ്ധവൃത്താകൃതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. കൊത്തുപണികളാൽ സമ്പന്നമാണ്. സാഞ്ചി, സാരനാഥ് എന്നിവിടങ്ങളിലെ സ്തൂപങ്ങൾ എന്താണ്? പ്രസിദ്ധമാണ്.
നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫെഡറലിസത്തിൻ്റെ സവിശേഷതകളാണ്. തീർച്ചയായും കൂട്ടുകാർ പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? യെസ്, ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ. എന്തൊക്കെയാണ് ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ? യെസ്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, അർദ്ധ ഫെഡറൽ സംവിധാനം, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, അതുപോലെ തന്നെ അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്. ദെൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ. ദെൻ ഏകപൗരത്വം, ഭരണഘടനയുടെ പരമാധികാരം, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതുഘടന. ഇത്രയും ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ കൂട്ടുകാർ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അധികാര വിഭജനം, ഡിവിഷൻ ഓഫ് പവേഴ്സ് വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണുള്ളത്? യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സംസ്ഥാന ലിസ്റ്റ് ഉണ്ട്, സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? യെസ്, കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് ഏത്? യെസ്, യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് എക്സാമ്പിൾ എഴുതാനുണ്ടാവും യൂണിയൻ ലിസ്റ്റിന്, അത് നന്നായി പഠിച്ചു വെക്കുക. എക്സാമ്പിൾ ഏതൊക്കെയാണ്? യെസ്, വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. ദെൻ സ്റ്റേറ്റ് ലിസ്റ്റ് എന്താണ്? സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. അപ്പോൾ ഇതിൽ തുടക്കത്തിൽ 66 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ എഴുതാം? കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ. ദെൻ കൺകറൻറ്റ് ലിസ്റ്റാണ് അഥവാ സമവർത്തി ലിസ്റ്റ്. ഓക്കെ, കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിൽ ഇതിൽ 47 വിഷയങ്ങളുണ്ടായിരുന്നു. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? യെസ്, വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷനുകൾ മുതലായവ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉത്തരപർവ്വത മേഖലയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകൾ. ശിലാപാളികൾക്ക് ആലനം സംഭവിച്ച് രൂപപ്പെട്ട പർവ്വതങ്ങളാണിവ. ദെൻ പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ചൊരു ചെറിയ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും വടക്കു കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം നോക്കാം. ശിലാമണ്ഡലത്തിൽ 3 തരം ഫലക അതിരുകളാണുള്ളത്. അവ ഏതെല്ലാം എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതെല്ലാമാണത്? സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. ഇനി എന്താണ് സംയോജക സീമ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെഴുതും? ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് എന്ത്? സംയോജക സീമ. ദെൻ വിയോജക സീമ എന്താണ്? ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകൾ. ദെൻ ഛേദക സീമ, ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകൾ. ഛേദക സീമ. ദെൻ ഉത്തരേന്ത്യൻ സമുദ്രം കൃഷിക്ക് ഏറെ അനുയോജ്യമായ മേഖലയായി തീർന്നിരിക്കുന്നു. കാരണം എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? വളക്കൂറുള്ള മണ്ണ്, അതുപോലെ തന്നെ മതിയായ ജലലഭ്യത, അനുകൂല കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി. എന്തൊക്കെയാണ് കാരണങ്ങൾ? വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത, അനുകൂല കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി. ദെൻ എക്കൽ സമതലങ്ങളെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് എന്തൊക്കെ എഴുതാം അതിൽ? ടെറാ മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എന്ത്? എക്കൽ സമതലങ്ങൾ. ദെൻ നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകളും മണൽ വരമ്പുകൾ, ഡെൽറ്റുകൾ എന്നിവ ഈ മേഖലയുടെ സവിശേഷതകളാണ്. ദെൻ പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ എന്നിവയും ഇവിടുത്തെ സവിശേഷതകളാണ്. അപ്പോൾ എക്കൽ സമതലങ്ങൾ എന്താണെന്നും പഠിച്ചു വയ്ക്കുക, അതിൻ്റെ സവിശേഷതകളും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ദെൻ ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു. ദെൻ പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇതിൽ ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനം.
അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണല്ലോ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് തീർച്ചയായും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.